ശബരിമല സ്വർണ്ണക്കളയിൽ കോട്ടയത്തു നിന്നുള്ള ഭക്തരുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ. കോടതി ഇടപെട്ടതുകൊണ്ടാണ് SIT ഒക്കെ ഇത്ര ശക്തമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന SIT അഭിനന്ദനം അറിയിക്കുന്നു. കോടതിയുടെ ശക്തമായ ഇടപെടലുകൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ വെളിയിൽ വന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ ആൾക്കാർ, രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർ, ഭക്തരല്ലാത്ത രാഷ്ട്രീയക്കാർ ഭരണ കേന്ദ്രങ്ങളിൽ എത്തിയതുകൊണ്ടാണ് ഒരു കാരണം. അതാണ് ഈ കൊള്ളയ്ക്കും ഈ ഇതുപോലുള്ള ഈ തട്ടിപ്പിനും ഇവിടുന്ന് മോഷണത്തിനുമൊക്കെ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ വെറും താഴേക്കിടയിലുള്ള ഇരകളാണ്. അവരെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം പോകുന്നത്. പക്ഷേ ഇതിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉന്നത തലത്തിലുള്ള ആൾക്കാരുണ്ട്, ഇവർക്കൊക്കെ നിർദ്ദേശം കൊടുത്ത ആൾക്കാരുണ്ട്. അവരൊന്നും അന്വേഷണത്തിൻ്റെ മുന്നിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ SITയുടെ അന്വേഷണത്തിൽ ആ ഉന്നതന്മാരാരാണെന്നും കൂടെ പൊതുജന സമക്ഷം അറിയേണ്ടതായിട്ടുണ്ട്. വാസു മുതൽ പത്മകുമാർ വരെ ഇത് ജയിലിലായി. ബാക്കി ആരൊക്കെ ഇനി ജയിലിലാകുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. സർക്കാരിൻ്റെ ഉന്നത തലത്തിലുള്ള ആളുകൾ വരെ ഇതിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകണം. ഇവിടുന്ന് നഷ്ടപ്പെട്ടതിൽ കൂടുതൽ സ്വർണം തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പോലും ഒരു വ്യാജ പ്രചരണം നടത്തി ഈ അന്വേഷണത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമം നടന്നു. ഇത്രയും നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ അയ്യപ്പൻ്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ച ഈ പരമദ്രോഹികളെ എത്രയും പെട്ടെന്ന് ജയിലിലടയ്ക്കണം. ശബരിമല ക്ഷേത്രത്തെയും വിശ്വാസത്തെയും എല്ലാം സംരക്ഷിക്കേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയെ സംരക്ഷിക്കാനും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള പ്രധാന ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്ന് അവർ ഈ കൊള്ളയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് വേലി തന്നെ വിളവ് തിന്നുക, കാവൽക്കാരൻ തന്നെ മോഷ്ടിക്കുക. അപ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം, നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം സെൻട്രൽ ഏജൻസി, CBI പോലെയുള്ള സെൻട്രൽ ഏജൻസി തന്നെ ഉറപ്പായിട്ടും അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രതികളെ പിടിക്കാൻ പറ്റുകയുള്ളൂ.